ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും വാഗ്മിയും അമേരിക്കയിലെ സൈത്തൂൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനുമായ ഷേഖ് ഹംസ യൂസുഫ് എഴുതിയ ലേഖനത്തിൽ നിന്ന് അല്പം നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം സന്തോഷത്തിൻ്റെ നാളുകളാണ്. അതുവഴി നാഥനായ അള്ളാഹുവിൻ്റെ കരുണയും സമാധാനവും അനുഗ്രഹങ്ങളുമെല്ലാം വിശ്വാസിയിൽ ഉൾച്ചേരും. ആ പിരിശപ്പെട്ട ദിനത്തിൽ സന്തോഷങ്ങളെ പുതുക്കുകയും മൗലിദുകൾ ചൊല്ലുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതാത്ഭുതങ്ങൾ, സമൂഹത്തിന് വേണ്ടിയുള്ള ത്യാഗങ്ങൾ എല്ലാം ചിന്തിക്കാനും ഉൾക്കൊള്ളാനുമുള്ള സമയമാണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസമായ ഓരോ റബീഉൽ അവ്വലുകളിലും നമ്മുടെ പണ്ഡിതന്മാർ മൗലിദ് ചൊല്ലി ആഘോഷിച്ചിട്ടുണ്ട്. അത് ഒരു മോശം പ്രവൃത്തിയല്ല, മറിച്ച് വിശ്വാസിക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന സൽവൃത്തിയാണ്. അനുരാഗികളെ, നിങ്ങൾ ഹബീബിനെ സ്നേഹിക്കുക, പ്രണയിക്കുക. ലോകത്തെ ഒട്ടേറെ മുസ്ലിം രാജ്യങ്ങളിലും നബിദിനത്തിന് ദേശീയ അവധിയുണ്ട്. ഈ സമയം നിങ്ങൾ ചരിത്രങ്ങൾ വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉടയവൻ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. സ്വന്തം ദേശത്തിൻ്റെ സംരക്ഷണത്തിനായി ഇറങ്ങുകയും മുസ്ലിങ്ങൾക്ക് വേണ്ടി താരിഫ് യുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിക്കുകയും ചെയ്ത ഇബ്നു ജുസൈ അൽ കൽബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എഴുതിയ പ്രകീർത്തന കാവ്യം ഇവിടെ ഞാൻ പങ്കുവെക്കുകയാണ്. സൃഷ്ടികളിൽ നിന്ന് ഉത്കൃഷ്ടരായ ആ ഒരുവരെ കുറിച്ച് പുകഴ്ത്തുവാൻ ഞാൻ കൊതിച്ചു. പക്ഷേ വിലക്കുകൾ ഒരുപാടെനിക്കു മുമ്പിൽ മുളച്ചു. ആ മഹത്വങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കാനുള്ള കരുത്തെനിക്കില്ലായിരുന്നു. പ്രവിശാലമായ സമുദ്രത്തെ എന്നെപ്പോലൊരുവന് എങ്ങനെ അളന്നെടുക്കാനാവും? കല്ലുകളെയും നക്ഷത്രങ്ങളെയും എങ്ങനെ എണ്ണിയെടുക്കാനാവും? എൻ്റെ സർവ അവയവങ്ങളും നാവുകളാണെന്ന് കരുതൂ. എന്നാലും എനിക്ക് ആ മഹനീയതയെ വർണ്ണിച്ചു തീർക്കാനാവില്ല. സർവചരാചരങ്ങൾ ഒന്നിച്ചാലും അതിനാവില്ല. ആ മഹത്വത്തെ വാഴ്ത്തുവാൻ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ ശ്രമങ്ങൾക്ക് കടിഞ്ഞാണിടുന്നു. ലേഖനത്തിൻ്റെ മറ്റൊരു ഭാഗം നോക്കൂ. നബിദിനം ആഘോഷിക്കുന്നത് മനഃപൂർവമായ സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുകയും സ്മരിക്കുകയും ചെയ്യാനത് ഹേതുവാകുന്നു. നബിദിനം ആഘോഷിക്കുന്നത് സുന്നത്തിന് എതിരല്ല. സ്വാഭാവികമായ സ്നേഹത്തിനേക്കാൾ അള്ളാഹുവിനോടും നബി തങ്ങളോടുമുള്ള സ്നേഹത്തിന് ഏറെ പ്രാധാന്യമുണ്ട്.